Bhavna Studios presents Tujar Pais. Hello friends. If you ask me what's the most beautiful thing happened in my life, yes, it's my college life. My Tamil is not good. As you know, I'm a Malu guy. ஆனா இல்லைங்க தமிழ்ல பேச போறேன். அமைதி. என் நண்பர்களே, இங்க ரெண்டு விதமான கூட்டம் இருக்கு. ஒன்னு கைஸ், நீங்க தான் என் ட்ரூ ஃப்ரெண்ட்ஸ், வெல் விஷர்ஸ் அண்ட் நல்லவங்க. இன்னொரு கூட்டம் இருக்கு. அவங்க இங்க இல்ல, எங்க போச்சு யாருக்காவது தெரியுமா? தண்ணி அடிக்க போச்சு. காலேஜ் மேல மரியாதை இல்லாம தண்ணி அடிச்சுக்கிட்டு வாந்தி எடுத்துக்கிட்டு சும்மா நோயின்னு செலவேறு. இந்த பியூட்டிஃபுல்லான டே ஸ்பாயில் பண்ண எனக்கு விருப்பம் இல்ல. நான் இங்க வரும்போது சச்சின் ഓവറാ പേசுறாங்க. ചുമ്മായിരുന്നേ പറ്റിറങ്ങി കഴിഞ്ഞ് ഇതാ ഇരുന്നുണ്ടാവില്ല ടുമേ. അവന്മാരെ എടുത്തിട്ടിടിക്കും. അതുകൊണ്ട് നിദാനമാ കേട്ടിട്ടിരിക്കും. പാടിയപ്പൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. Thank you for making me. क्या खुश हो रही लोग वहाँ. എന്നൊരു കാര്യം ചെയ്യും, കുടിച്ചിട്ട് പോയി തല ഉണ്ടാക്ക്. നീ എന്നെ പിന്നെ നീ വരുന്ന വ്യത്യാസം? നീ എങ്ങനെയാണോ? അല്ല മൈക്ക് അത് ശരി. അങ്ങനെ ഞാനും പോയി കരഞ്ഞ് പ്രസംഗിച്ചിട്ട് എനിക്കത് പോയി പേശാ. പിന്നല്ലാണ്ട് അതിനെല്ലാം അടിച്ചിട്ട് വന്നേക്കണം. ഇന്ന് കണ്ടിപ്പാ പൊട്ടം പറഞ്ഞ എടുത്തുള്ള നിക്കണ്ടേട്ടാ. ഒന്ന് പോയടോ ഒന്ന്. പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് കൊല്ലം 4 ഇന്നതിലൊരു फाइनल हो गया ना इनका शायद. ഒരു പൊടി. എന്താ സച്ചിനെ കാണണം പറഞ്ഞേ? അല്ല ഞാനും സഞ്ജും പുറത്തേക്ക് പോവാ. ഞാൻ ആരൊക്കെയോ പറയുന്ന കേട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഒരു ടോപ്പിക് ആവാറുണ്ടല്ലോ. അപ്പൊ യുകെക്ക് വന്ന കാര്യം പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാം. सीक्रेट चैम्बर. अरे एक फिल्म देखी थी हमने, എന്താ സംഭവം? उसमें ऐसा ही था. അത് സീക്രട്ട് ചേംബറിന്റെ താക്കോല് കിട്ടിയതാ. അവരെ തുറക്കാൻ പോയിരിക്കും. നീ വരുന്നില്ല? वहाँ फिर अपने वो लिखते हैं नोट्स वगैरह ना. जब शर्ट डे होता तो वहाँ ऐसा होता है. മാനേജ്മെന്റിനാണ് ആദ്യം അടിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? അയ്യോ പോലെ, ഞാൻ പറയാവുന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് അഞ്ജലിനെ बोल ही नहीं पा रहा तब से. ഇപ്പൊ മുതലല്ല, ഫസ്റ്റ് ഇയർ തൊട്ടേ എനിക്ക് തന്നോടൊരു കാര്യം, അത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ओहो. സച്ചിൻ കുടിച്ചിട്ടുണ്ടോ? ഹേയ് ഇല്ല. അവര് നിർബന്ധിച്ചപ്പോ. അല്ലെങ്കിലും സച്ചിനെ കുടിക്കാതെ എന്നോട് സംസാരിക്കാൻ ധൈര്യമില്ലല്ലോ. उसको भी पता है. വിളിച്ചിട്ടില്ലേ? അയ്യോ, അത് മെക്കാനിക്കലില് ആഞ്ജനേനെ വിളിച്ചത് അഞ്ജലിക്ക് മാറി വന്നു. എന്തേ? സച്ചിൻ ചോദിച്ചോണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനും ജെയിനും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ വിചാരിച്ചു സച്ചിനും അറിയായിരിക്കും. ഞാൻ കുറച്ച് ലേറ്റ് ആയി. ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ. ഞാനെന്നാ ചേംബറിലോട്ട് പോകട്ടെ? ശരി. दिल टूट गया बेचारे का. सैड हो गया. बड़ी मुश्किल से बोल पाया हो. उल्टी आ रही इसको. ओ उल्टी करने लग गया. क्यों पिए इतने? वहीं बैठ जाएगा. प्रेमालू.
प्रेमालू എടാ നിനക്ക് 2 ഷഡ്ഡി മേടിച്ചുടാ ഉള്ളത് മുഴുവൻ ഓട്ടയാണല്ലോ. നിങ്ങൾക്കൊന്ന് പതുക്കെ ആൾക്കാരൊക്കെ പഴയ സാധനം ഇട്ടോണ്ട് നടക്കുന്നതിന് അവന് മാനക്കേടൊന്നുമില്ല. നമ്മുടെ സവിതയുടെ കല്യാണം അടുത്ത വർഷം വേണമെന്നാട്ടോ അവര് പറയണേ. കല്യാണോ? അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയ? ഞാൻ സേലത്തുള്ളപ്പോ സ്ഥിരം അങ്ങേരെ കുറ്റം പറയാൻ വേണ്ടി വിളിയായിരുന്നല്ല. കോംപ്രമൈസ് ടോക്കിന് ഞാൻ അങ്ങേരെ വിളിക്കണ. അല്ല അവസാനം വിളിച്ചപ്പോ ഈ കല്യാണം അവൾക്ക് വേണ്ടാന്നുള്ള പറഞ്ഞു. എടാ ആ പെണ്ണ് പറയുന്നൊന്നും നീ വിശ്വസിക്കില്ല കേട്ടാ. അവര് ഇന്നടിയാണെങ്കിൽ നാളെ അടയും ചക്കരയാ. ഇപ്പതേ അവൻ പറഞ്ഞിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഓട്ടവും ചാട്ടവും തുടങ്ങിയിട്ടുണ്ട്. നീ പോണ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ അമ്മ പറഞ്ഞില്ലേ? ഞാനൊന്നും പറയാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അത് ശരി. ഇതുവരെ ആ മിണ്ടാവൃതം തീർന്നില്ലേ? ഇത് 1 വർഷം അടുത്തായത്. ये इसकी बहन है 5 kilometers in 45 minutes. എടാ നീ യുകെയിലെ പറ്റി വല്ലതും ഉണ്ടോടാ? पहले खुद तो चली जाए ये नागरिक कहाँ से? അതെ വിസയുടെ ആവശ്യത്തിന് കുറച്ച് പൈസ വേണമായിരുന്നു. എവിടെന്നെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. അല്ല എനിക്ക് പോവായിരുന്നു. എന്റെ എവിടെ നടാ കാശ്? നിന്റെ അമ്മയുടെ സ്ഥലം വിൽക്കാൻ പറയടാ. साहब से मना कर रहे उसके पापा. കാശ് ബാങ്കിലിടാ. എനിക്ക് തിന്നാനല്ല, മോളുടെ കല്യാണം വരുമ്പോ എടുക്കാനാ. എടാ സച്ചു, സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് എടുത്തോളാന്നും പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നാടാ നമ്മുടെ ബ്രോക്കർ തക്കുടു 2015. അപ്പൊ അത് വിൽക്കണ്ട, വില കൂടും എന്നൊക്കെ പറഞ്ഞ് മുടക്കിയതാരാ? എന്നിട്ട് വെള്ളപ്പൊക്കം വന്ന് സ്ഥലത്തിനോട്ട് വിലയുമില്ല, അതാർക്കോട്ട് വേണ്ടതാണ്. എടാ ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഞാനാണാടാ. അല്ല ഞാനാണ്. പക്ഷെ വേറെ കാര്യം ചോദിക്കാണ്ട് എനിക്ക്. അതെ ഈ ചിട്ടി പിടിച്ച കാശിന് ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ട് അതിനെ തിന്നാൻ പാകത്തിന് കൊക്കാമ്പൂച്ചയുടെ മുമ്പിൽ ഇട്ടുകൊടുത്തത് ആരാ? അതെ ഞാനാണ്. നിർത്ത് വേണ്ട, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. കൊള്ളടിച്ചിട്ടാണെങ്കിലും ഞാൻ നാട് വിട്ടോളാം. तो आपस में ही लड़ने लगे थे. ഞാൻ പുറത്തു പോണു. ബേക്കറിയിൽ 1 കിലോ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ കമ്പനി പടി കൊണ്ട് കൊടുത്തേ. ആ സച്ചിനെ ഈ വിവേകിന്റെ കാര്യം പറയാനാണെങ്കിൽ കൊറേ പറയാനുണ്ടാ. കൊറേ പറയാനുണ്ടല്ലേ? വാ തുറക്കരുത്. सोच रहा है एक तो शादी के लिए तैयार हो रखे हैं. ओ केक में ही छोड़ के भाग गया. नंबर भी डिलीट कर दिया अंजलि का. പച്ചക്കറി വാങ്ങാൻ പറ്റിയില്ല സച്ചി. നല്ല മഴക്കോള്. ഞാനിങ്ങ് പോന്നു. നന്നായി. എന്നാ ഇന്നിനി ഉച്ചയ്ക്ക് എല്ലാവർക്കും പച്ചച്ചോറ് തിന്നാ. എന്ത്? എന്താണ്? നീയേ ആസിഫ് ഹോട്ടലിൽ 2 ഊണ് പറ. 2 പേർക്ക് മതി. കുറച്ച് വിഷം കൂടി മേടിച്ചോടാ. ചോറി കൂട്ടി क्या लड़ाई मचती रहती दोनों. 1 സെക്കൻഡ്. അതെ ഇത് എക്സ്പ്രോ കൊറിയർ വിളിക്കുന്നതാണ്. ഒരു കൊറിയർ ഉണ്ട്. क्या हुआ इसके कुरियर में? क्या इसका वीजा? इसका तो है क्या इसका क्या है? എടാ എന്റെ കാണുന്നില്ലല്ലോ. നീ വെപ്രാളം കേട്ടാണ്ട് സമാധാനായിട്ട് നോക്ക്. ब्लैंक होता है. इसका तो ब्लैंक है पूरा. എടാ ഇതെന്തത്? നിന്റെ ഉണ്ടത്? ഇല്ല. लेटर है ना किसी रिफ्यूजल हो तो. കണ്ടീഷൻ മൂലം വിസ റിജക്ട് ചെയ്തിട്ടുണ്ടാവല്ലോ പറയണേ. ओ वहाँ भी इसकी किस्मत. क्या करेगा? എടാ നീ ഡെസ്പാവല്ലേ? നമുക്കിനി
6 മാസം കഴിയുമ്പോ വീണ്ടും ചെയ്യാല. പിന്നെ നിനക്ക് മെയിൽ വരായിരുന്നപ്പോ തന്നെ എനിക്ക് തോന്നി. ഹലോ എടാ നീ എവിടെയാ? ഞാൻ ഇവിടെ പാർസൽ മേടിക്കാൻ വന്ന. എന്തേ? എടാ ചുണങ്ങമേലിയിലെ ഒരു വീട്ടില് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാനുണ്ട്. നീ കടയിലോട്ട് വന്നേ. ആ यही करता रहेगा. എടാ സച്ചിനെ നീയായിരുന്നാ? इसको जानते हैं? എന്റെ വീടായിരുന്നാ? इसी का दोस्त है. ഞാൻ ഈ ഐസ്ക്രീം തരാൻ വന്ന. ആ നിങ്ങളപ്പോ സെമിത്തേരി മുക്കിന്ന് അറിയായിരുന്നു? എടാ അവിടെ നിന്ന് മാറിയിട്ട് ഒരു 2-3 ആണല്ലേ? ഓക്കെ നടക്കട്ടെ എന്നാ. ഞാൻ എടാ ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, കഴിച്ചിട്ട് പോവാ. അല്ല കുഴപ്പമില്ലടാ. അല്ല അല്ലടാ എനിക്ക് നീ വാ, കുഴപ്പമില്ല വാ. എടാ വാടാ. എടാ എടാ നീ അവിടെ ഇരി, ഞാൻ വെച്ചിട്ടരാ. സച്ചിനെ ഇതാ ചേച്ചി, കൊച്ചത് അവളുടെ ബർത്ത്ഡേ. എന്താടാ ഒന്നും കിട്ടി? ഒരു കാര്യം ചെയ്ത് നമുക്ക് മുകളിലോട്ടിരിക്കാം. മുകളിലോട്ടിരിക്കുന്നു. അപ്പൊ സഞ്ജുവിന് കിട്ടി. ആ അവന് കിട്ടി. എന്താ നിന്റെ പരിപാടി? ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു ഇൻടേക്കും കൂടി ഉണ്ട്. അതിലെങ്ങനെങ്കിലും ഒക്കെ കയറി പോണോടക്കേ. നിനക്കൊക്കെ വല്ല കാര്യമുണ്ടോ തമിഴ്നാട്ടിൽ പോയി പഠിക്കേണ്ടത്? എന്റെ കോളേജിൽ വന്നാ പോരുന്ന. എടാ മാർക്ക് വേണ്ടതിന്. തമിഴ്നാട്ടിൽ പോയതാണെങ്കിൽ വേറൊരു ട്രാജഡി. അതെന്ത്? അല്ല അവിടെ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമായിരുന്നു. വൺ സൈഡ്. ആ അവിടെ വേറൊരു തണ്ടി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവനെന്റെ കാര്യത്തിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, അവളോട് പോയി ഇഷ്ടം പറയാനൊക്കെ ആയിട്ട്. അവസാനം അവൻ അവളെ കൊണ്ടുപോയി. എടാ സോറി, ഞാൻ കളിയാക്കി. ആരുമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. എന്താണ് എന്നിട്ട് നിന്റെ പരിപാടി എന്താണ് ഇപ്പോ? ഞാൻ എങ്ങനെയെങ്കിലേ ഗേറ്റ് എഴുതിയിട്ട് IIT റൂർക്കിയില് M.Tech ചെയ്യാനുള്ള ഒരു പരിപാടിയാ. റൂർക്കിയ? അതെന്താ അവിടെ? അതൊന്നുമില്ല. നിനക്ക് വിഷമാവും. എനിക്കെന്ത് പണ്ടാരത്തിന്? ഗേൾ ഫ്രണ്ട് അവിടെയാണ്. അവള് ഭയങ്കര നിർബന്ധം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. ഓ നീ വല്ലാണ്ട് വളർന്ന മൽഡേസേ. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ എവിടെ നിൽക്കാണോ അവിടെ തന്നെ നിൽക്കാണ് ഇപ്പോഴും. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് വിഷമാവും. നീ വിട്ടത്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ UK പോണില്ലെന്ന് ചോദിച്ചിട്ട് നാട്ടുകാരും वैसे भी सब इसको करते रहते हैं. മാറിക്കാൻ പുറത്തെന്തെങ്കിലും പരിപാടി നിന്റെ കെയർ ഓഫിൽ ഒപ്പിച്ചേരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. जाएगा कहाँ लेके? മതി ദുരന്തം പറച്ചില്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇല്ലില്ല, എനിക്ക് പോണം. എനിക്ക് നമ്മുടെ സ്കൂളിൽ പോകാനുണ്ട്. അവിടെ ഒരു 10-200 പപ്സ് കൊണ്ടാറക്കാനുണ്ട്. इनकी शॉप पे जाने बेकरी. നീ എന്താ ഇവിടെ? നീ എൻ്റെ കൂടെ ഗേറ്റ് കോച്ചിങ്ങിന് വന്നിട്ടാ? എടാ ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? അത് ശരി, നീ അല്ലേ പറഞ്ഞ് വൃത്തിയായിട്ട നാട്ടിൽ നിന്ന് മാറിക്കണോന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എങ്ങനെ UK പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ റൂം ഷെയർ ചെയ്യാൻ ഒരാളും ആവും. എടാ പക്ഷേ ഈ ഗേറ്റ് കോച്ചിങ് നല്ലോണം ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. वो तो अपने फायदे के लिए बोल रहा है उसको. കൊച്ചിയിലാണ്. കൊച്ചിയിലാ? ഹൈദരാബാദ്. हैदराबाद. ഹൈദരാബാദാ? ആ